ഹായ് ഹലോ, ഇന്ന് നമ്മൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് എക്സസൈസിലെ 24th ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 25th ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്, വേറെ ഫംഗ്ഷൻ തന്നേക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു mod x divided by x where x not equal to 0. x not equal to 0 വരുമ്പോൾ ഫംഗ്ഷൻ mod x by x 0 when x equal to 0. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇവിടെ 0 ആയതുകൊണ്ട് 0 മൈനസ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്കിതൊന്ന് പ്രൂവ് ചെയ്യാം. നമുക്കറിയാം mod x എന്ന് പറഞ്ഞാൽ എന്താണ്? mod x എന്ന് പറഞ്ഞാൽ പ്ലസ് എക്സ് ആണ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, മൈനസ് എക്സ് ആണ് വെൻ എക്സ് ലെസ് ദാൻ 0. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഫംഗ്ഷൻ ഏതാണ്? mod x ബൈ എക്സ് ആണ്. കാരണം എക്സ് നോട്ട് ഈക്വൽ ടു 0 വരുന്ന കേസിലെല്ലാം mod x ബൈ എക്സ് ആണ്. അപ്പോൾ ഇതെന്താണ്? 0 മൈനസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അപ്പോൾ mod x എന്താ വരിക? എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 അല്ലേ? സോ mod x എന്താ വരിക? മൈനസ് എക്സ് ആ വരിക. അപ്പോൾ ലിമിറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. അപ്പോൾ ഇത് എവിടെ ഒന്നും എക്സും കട്ടായി പോയി ബാക്കി -1 ഉള്ളൂ. സോ ആൻസർ ഈസ് -1. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താണ്? mod x ബൈ എക്സ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറയുമ്പോൾ mod xൻ്റെ വാല്യൂ എന്താണ്? എക്സ് ആണ്. എക്സ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ എക്സും കട്ടായി പോയി എന്താ വരിക? 1 ആ വരിക. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നോട്ട് ഈക്വൽ ആണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി കൺക്ലൂഡ് ചെയ്യണം. ഞാൻ എഴുതി വയ്ക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെ നമ്മൾ എഴുതിയിട്ട് വേണം ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. 26. ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് തന്നെയാണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. ഇവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് സിമിലർ ടു 25th ക്വസ്റ്റ്യൻ, എക്സ് ഡിവൈഡഡ് ബൈ mod x വേർ എക്സ് നോട്ട് ഈക്വൽ ടു 0 വേർ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് മുന്നത്തെ പോലെ തന്നെ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. അവിടെ ഏതാ ഫംഗ്ഷൻ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എക്സ് ബൈ mod x. 0 മൈനസ് ആയതുകൊണ്ട് mod xൻ്റെ വാല്യൂ എന്താ? മൈനസ്. തൊട്ട് മുന്നേ ഈ ക്വസ്റ്റ്യൻ ചെയ്തതായതുകൊണ്ടാണ് ഞാനിവിടെ ഡയറക്റ്റ് എഴുതി പോകുന്നത്. അപ്പോൾ എക്സും കട്ടായിപ്പോൾ 1 ബൈ -1 എന്ന് പറഞ്ഞാലും ആൻസർ എന്താണ്? -1 തന്നെയാണ്. നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ത് വരും? എക്സ് ബൈ mod x. mod xൻ്റെ വാല്യൂ എക്സ് വരും. എക്സ് കട്ടായിപ്പോൾ ആൻസർ എന്ത് വന്നു? 1 വന്നു. ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നോട്ട് ഈക്വൽ ആണ്. സോ ഫംഗ്ഷൻ ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെ എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ് വേർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു mod x മൈനസ് 5. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒക്കെ കണ്ടുപിടിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ്. 5 മൈനസ് എന്ന് പറയുമ്പം 5ൽ താഴെയുള്ള നമ്പേഴ്സ് ആവും വരിക. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് mod x മൈനസ് 5. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5 മൈനസ് എന്ന് പറയുമ്പോൾ 5നേക്കാൾ താഴെയുള്ളത് പോസിറ്റീവ് നമ്പേഴ്സാണ്. സോ നമ്മളിവിടെ mod xൻ്റെ വാല്യൂ എക്സ് എന്ന് എടുക്കുക. എക്സ് മൈനസ് 5. ഇവിടെ വീണ്ടും എന്തുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 മൈനസ് കൊടുത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി
മോഡ് എക്സിൻ്റെ അതായത് എക്സ് ടെൻസ് ടു 5 മൈനസ് വരുമ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ എഴുതി എക്സ്. അപ്പോൾ പിന്നെ ഇവിടെ വീണ്ടും എക്സ് ടെൻസ് ടു 5 മൈനസ് എന്ന് കൊടുക്കണ്ട, 5 എന്ന് കൊടുത്താൽ മതി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ 5 മൈനസ് 5 ആൻസർ 0. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ്, അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് എന്താ? മോഡ് എക്സ് മൈനസ് 5. മോഡ് എക്സിൻ്റെ വാല്യൂ എന്ത് വരും? എക്സ് വരും അല്ലേ? സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് മൈനസ് 5 എന്ന് വന്നു. ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 5 മൈനസ് 5 0. സോ ലിമിറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അങ്ങനെ എടുത്ത് എഴുതണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28. സപ്പോസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a plus bx where x less than 1, 4 where x equal to 1, b minus ax where x greater than 1, and if limit x tends to 1 f of x equal to f of 1, what are the possible values of a and b? ഇവിടെ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് തന്നിട്ടുണ്ട്. എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് ആദ്യം കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിച്ച് നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഏത് വരും? എ പ്ലസ് ബി എക്സ് അല്ലേ? എ പ്ലസ് ബി എക്സ്. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സിന് 1 കൊടുക്കുമ്പോൾ ആൻസർ എ പ്ലസ് ബി. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഏതാ വരിക? ബി മൈനസ് എ എക്സ്. ഇപ്പോൾ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? ബി മൈനസ് എ. ഇപ്പോൾ നമുക്ക് എന്താ എഴുതാവുന്നത്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെന്നറിയാം. സോ നമുക്ക് എന്ത് എഴുതാം? എ പ്ലസ് ബി ഈക്വൽ ടു ബി മൈനസ് എന്ന് എഴുതാം. പക്ഷെ അങ്ങനെ എഴുതിയാലും നമുക്ക് ആൻസർ കിട്ടില്ല. നമുക്ക് അറിയേണ്ട ഒന്നും കൂടി ഉണ്ട്, എഫ് ഓഫ് 1 ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 4 എന്നുള്ളത്. സോ നമുക്കിങ്ങനെ എഴുതാം, എ പ്ലസ് ബി ഈക്വൽ ടു 4, ബി മൈനസ് എ ഈക്വൽ ടു 4. രണ്ട് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എ മൈനസ് എ 0, ബി പ്ലസ് ബി 2b ഈക്വൽ ടു 4 പ്ലസ് 4 8. സോ ബി ഈക്വൽ ടു 8/2 4 എന്ന് വന്നു. സോ എ എന്താവും? 4 മൈനസ് 4 0. ബിയുടെ വാല്യൂ 4, എയുടെ വാല്യൂ 0. ഓക്കെ.